ലാൽസലാം സഹാക്കളെ, ഗൾഫിലുള്ളവരവിടെ നിൽക്കട്ടെ എന്ന്. അവരിവിടെ വന്നിട്ട് നമുക്ക് വല്ല മെച്ചമൊന്നുമില്ല. പിന്നെ KMCCയുടെ പ്രവർത്തനം കാര്യങ്ങളൊക്കെ ജനങ്ങൾ മൊത്തം അറിഞ്ഞുകൊണ്ട് കേരളത്തിലെ. അതുകൊണ്ട് തന്നെ താൽക്കാലികമായിട്ട് നമ്മളിപ്പോൾ അവരെ മൈൻഡ് ചെയ്യണ്ട. ഇങ്ങനെ പോട്ടെ. പിന്നെ തിരഞ്ഞെടുപ്പും കാര്യങ്ങളൊക്കെ വന്നാലേ ഇവന്മാരിവിടെ ഉണ്ടെങ്കിൽ അവന്മാർ പ്രചരണത്തിന് ആയുധമാക്കിയിട്ട് ഉപയോഗിക്കൽ ഇതൊക്കെ തന്നെ ആവും. പിന്നെ നമ്മളത് കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞാണ്ട് മൈൻഡ് ചെയ്യാതെ അങ്ങോട്ട് പോവാം. അതിലും വലിയ പുകയത്തലും കാര്യങ്ങളും നമ്മൾ കൊടുക്കാൻ നിൽക്കണ്ട. ഇവരെ കൊണ്ട് നമുക്ക് ഏതായാലും വലിയ ഉപകാരമൊന്നും ഉണ്ടാവില്ല. മറ്റേ നമ്മുടെ മന്ത്രി പോലും മൈൻഡ് ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? മാറി കളിക്കണത് എന്തുകൊണ്ടാണ്? നമുക്ക് കിട്ടണ ഉപകാരം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇസ്ലാം സഹാക്കളെ, ബറ്റാലിയൻ ഗ്രൂപ്പിലെ എല്ലാ സഹാക്കന്മാർക്കും 100 ചുവപ്പൻ വിപ്ലവ അഭിവാദ്യങ്ങൾ. ഇവിടെ വിനോദ് സാഹിബ് സൂചിപ്പിച്ചതുപോലെ നല്ല കാര്യങ്ങളെ കാണേണ്ടത് ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മളും ഒരു പ്രവാസിയാണ്. ആ പ്രവാസി എന്നുള്ള നിലയ്ക്ക് നമുക്കിത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം നിങ്ങളിവിടെ സൂചിപ്പിച്ചത് നിങ്ങൾ നാട്ടിലിരിക്കുന്ന ആളുകളാണ്. നിങ്ങൾക്ക് ഇപ്പോൾ പ്രവാസികൾ അങ്ങോട്ട് വരുന്നതിൽ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. നിങ്ങളതിൽ രാഷ്ട്രീയവും കാണുന്നുണ്ടാവും. നിങ്ങൾ കാണുന്ന രാഷ്ട്രീയമല്ല ഇന്നിവിടെ മറ്റ് സംഘടനകൾക്ക് എത്തിപ്പെടാനോ മറ്റ് സംഘടനകൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ KMCC ചെയ്തുകൊണ്ട് നാട്ടിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെ. ആ ശ്രമം അവസാനം അത് ഫലം കണ്ടു കഴിഞ്ഞാൽ അത് നമ്മുടെ രാഷ്ട്രീയത്തെ ബാധിക്കോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളെ ബാധിക്കോ എന്നുള്ള ഭയം നിങ്ങൾ വിനോദ് സഹാബ് കൂടെ സൂചിപ്പിക്കുന്നതായിട്ട് കേട്ടു. അത് എത്രത്തോളം പ്രാവർത്തികമാവും എന്നുള്ളത് എനിക്കറിയില്ല. കാരണം അവര് അവിടെ നടത്തട്ടെ. അവരത്തരം പ്രചരണങ്ങളും കാര്യങ്ങളും നടത്തുന്നത് ഭയന്നിട്ട് ഇത്രയും പ്രവാസികളുടെ ജീവന് ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അതിനെയൊക്കെ മറികടന്ന് നമ്മുടെ രാഷ്ട്രീയം കളിക്കാൻ ഈ സാഹചര്യം ഉപയോഗപ്പെടുത്തിയാൽ അതിലും വലിയ വിപത്തിലേക്കായിരിക്കും കാര്യങ്ങൾ എത്തിപ്പെടുക എന്നുള്ളത് സഖാവ് വിനോദ് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഞാൻ നിങ്ങളെ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ പറയുന്നു, ഞങ്ങളൊക്കെ ഇത്തരം ദുരിതങ്ങളും പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടാണ് ഞങ്ങളിത് പറയുന്നത്. അതായത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇത്തരം ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ അത്തരം വിഷയം ആവർത്തിച്ചപ്പോൾ കുറേ വോയിസുകൾ വന്ന് കണ്ടു. അപ്പോൾ അതിൽ ഉൾക്കൊള്ളാൻ പറ്റാത്തത് കാണുമ്പോൾ പ്രതികരിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇത് എൻ്റെ മാത്രം ശബ്ദമല്ല, എല്ലാ സഹാക്കന്മാരുടെയും ശബ്ദമാണ്. അതായത് ഓരോ പ്രവാസിയായിട്ടുള്ള സഹാക്കന്മാരുടെയും ശബ്ദമാണ് എന്ന് കൂട്ടിയാൽ മതി. ഓക്കെ. അതുകൊണ്ട് തന്നെ വിനോദ് സഖാവ് ഇവിടെ പറഞ്ഞു, അത് നാളെ അവർ KMCC അവരുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തൂലേ എന്നുള്ളതൊന്നും അല്ല നമ്മളുടെ വിഷയം. ഇന്നിപ്പോൾ അവരത് ഉപയോഗപ്പെടുത്തിയില്ല എന്നുള്ളതല്ല. അവർ ചെയ്യുന്ന നന്മകൾ അവർ വിളിച്ചു പറഞ്ഞോട്ടെ, അതിന് കുഴപ്പമില്ലല്ലോ, നമുക്കതിന് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ അതുകൊണ്ടാണ് പിണറായി സഖാവ് ഈ മൗനം നടിക്കുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണോ ഇത്തരം ഞങ്ങളെപ്പോലുള്ള പ്രവാസികളെ കരുവാക്കുന്നത്? ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഞങ്ങളുടെ അടുത്ത് വരാറുള്ള, ഞങ്ങളോട് സഹകരിക്കാൻ പറയാറുള്ള നിങ്ങൾ ഈ സാഹചര്യത്തിൽ ഇത്തരം വിഷയങ്ങളിൽ എടുക്കുന്ന നിലപാട് എത്രത്തോളം ശരിയാണ് എന്നുള്ളത് സ്വയം ഒന്ന് വിലയിരുത്തുന്നത് നല്ലതായിരിക്കും. നാട്ടിലുള്ള എൻ്റെ നേതാക്കന്മാരെ, സഹാക്കന്മാരെ. അല്ലാതെ നമുക്കിത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇപ്പോൾ തന്നെ പല ആളുകളും ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ പല ഗ്രൂപ്പുകളിലും ഇതിങ്ങനെ ആവർത്തിച്ച് കേൾക്കുന്നത് കൊണ്ടാണ് പറയേണ്ടി വരുന്നത്. ഓക്കെ. എന്തായാലും അവർ ചെയ്യുന്ന നന്മയില്ലാതാവില്ല. അത് ഇനിയിപ്പോൾ അവർ പ്രചരണം നടത്തിയില്ലെങ്കിലും അവർ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളെ മൂടി വെക്കാനൊന്നും നമുക്കാർക്കും കഴിയില്ല. അതുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങളെ മൂടി വെക്കാനാണ് ഈ മൗനം നടിക്കുന്നതും ഇത്തരം പ്രവാസികളെ കരുവാക്കുന്നതെങ്കിൽ അത് ഇതിനേക്കാൾ വലിയ ഒരു അബദ്ധത്തിലേക്കയക്കാൻ പോകുന്നത് എന്നുള്ളത് വിനോദ് സഖാവ് മനസ്സിലാക്കുന്നത് നല്ലതാണ്. കാരണം വിനോദ് സഖാവിൻ്റെ ഭാഷയിൽ സംസാരിക്കുന്ന ആളുകൾ ഗ്രൂപ്പിൽ വേറെ ആളുകളുണ്ടാവും. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ, അതിന് ലൈക്ക് അടിക്കുന്ന ആളുകൾ, അതിന് പൂച്ചണ്ടർപ്പിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവാം. പക്ഷേ നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഓരോ പ്രവാസിയായിട്ടുള്ള സഖാക്കന്മാരും മനസ്സിലാക്കുന്നതും നല്ലത് എന്നുള്ളത് മാത്രമേ ഇതിൽ സൂചിപ്പിക്കാനുള്ളൂ. കാരണം
ലാഭം ഞങ്ങളുടെ ജീവനും ഞങ്ങളുടെ ഭാവിയും വെച്ചിട്ടാവരുത് നിങ്ങളുടെ രാഷ്ട്രീയം കളി. ഞങ്ങൾക്ക് രാഷ്ട്രീയത്തിനപ്പുറത്ത് ഞങ്ങളുടെ പല കാര്യങ്ങളുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ രാഷ്ട്രീയം കളിച്ചുകൊണ്ട് നാട്ടിൽ ഇത്തരം പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളായിരിക്കാം. പക്ഷെ ഞങ്ങളുടെ ജീവനും മറ്റുള്ള കാര്യങ്ങളും വച്ചിട്ടാവരുത് നിങ്ങളുടെ രാഷ്ട്രീയ കളി എന്നുള്ളത് ഒരു ഓർമ്മപ്പെടുത്തൽ എന്നുള്ള സ്ഥിതിക്ക് പറഞ്ഞെന്ന് മാത്രം. ഓക്കെ, എന്തായാലും ലാൽ സലാം. ഗ്രൂപ്പിലുള്ള എല്ലാ സഹാക്കന്മാർക്കും 100 ചുവപ്പം വിപ്ലവാഭിവാദ്യങ്ങൾ. നമ്മളായിട്ട് ഇനി ഇതിനെതിരെ ശബ്ദിക്കാനോ മറ്റുള്ള കാര്യങ്ങൾക്കോ വരുന്നൊന്നുമില്ല. നിങ്ങൾ നിങ്ങളുടെ നിലപാടായിട്ട് പോവുക. ഓക്കെ, എന്തായാലും ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലാണ് നിങ്ങളെങ്കിൽ അത് പാർട്ടിക്ക് ദോഷമേ ചെയ്യുള്ളൂ എന്നുള്ളത് സഖാവ് വിനോദിനെ പോലുള്ള ആളുകൾ മനസ്സിലാക്കുന്നതൊന്നല്ല. നിങ്ങളിപ്പോൾ ഒരു നേരത്തെ ലാഭത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സങ്കടം തോന്നിയത് കൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ.